എന്തൊക്കെയാ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളെ കുറിച്ച് അച്ഛമ്മ കരുതിയിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും ആ പൂജയോട് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് മോളെ. അച്ഛമ്മ, സുധി ഇപ്പൊ പഴയ സുധിയല്ല. ആ മനസ്സിന്റെ ഒരയലത്ത് പോലും ഞാനിപ്പോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിനക്കെന്നെ കാണണമെന്ന് സുധിയുടെ അച്ഛൻ പറഞ്ഞപ്പോ ഇത്രയൊന്നും അച്ഛമ്മ ചിന്തിച്ചിരുന്നില്ല. കാണണമെന്നോ? അതെ, സുധിയുടെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ അങ്ങനെയാ പറഞ്ഞത്. അച്ഛന് എന്റെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ടാവും, അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. ആ അച്ഛൻ നിന്റെ കൂടെ നിൽക്കുമ്പോ നീ എന്തിനു പേടിക്കണം? പിന്നെ അച്ഛനാണ് എന്റെ ധൈര്യം. എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും ആ അച്ഛന്റെ സ്നേഹവും. മോള് വിഷമിക്കാതിരിക്കെ. സുധിയുടെ അച്ഛൻ വിചാരിച്ച സുധിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അച്ഛൻ പറയുന്നത് പോലും സുധി അനുസരിക്കുന്നില്ല അച്ഛമ്മൻ. മോളെന്തായാലും സുധിയോട് ദേഷ്യമൊന്നും കാണിക്കരുത്. അവൻ പറയുന്നത് എന്തോ അനുസരിച്ചേക്കണം. ഞാൻ ഇതുവരെ ഒരനുസരണക്കേടും സുധിയോട് കാണിച്ചിട്ടില്ല. സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് സ്നേഹിക്കണം. അതിന്റെ മുന്നില് മറ്റെല്ലാം മുട്ടുമടക്കും. സ്നേഹം അതൊരു മരുന്നാ മോളെ. അതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ടു പോവാൻ ആർക്കും കഴിയില്ല. എന്റെ സ്നേഹം സുധിക്ക് ആവശ്യമില്ല അച്ഛമ്മൻ. എന്നാര് പറഞ്ഞു? അങ്ങനെയാണ് സുധിയുടെ പെരുമാറ്റം. ഭാര്യ വിചാരിച്ച ആ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാം. കോളനിയിലെ കൊലകൊമ്പന്മാരെ അടക്കി നിർത്താറുള്ള നിനക്ക് ഒരു പാവ സുധിയുടെ മനസ്സ് കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിന്റെ കുറച്ചിലായിട്ടേ ഈ അച്ചമ്മ കരുതും. സുധി എന്തു പറയുന്നു എന്നതിലല്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിലായിരിക്കണം ഇനി നിന്റെ ശ്രദ്ധ. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നേടണം. സുധി നിന്റേതാ. നീ അവനെ ഒരുപാട് ആഗ്രഹിച്ചതോ. ദൈവമാണ് അവനെ നിനക്ക് തന്നത്. അത് നിരസിച്ച ദൈവം പോലും നിന്നെ വെറുക്കും. എനിക്കറിയാം എന്ത് വേണമെന്ന്. ആവാ. എവിടേക്കാ രണ്ടുപേരും കൂടെ പോയത്? ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ പോയതാ.
അച്ഛനിന്ന് ചെക്കപ്പ് ഉള്ളതല്ലായിരുന്നോ? എന്നിട്ട് ചെക്ക് ചെയ്തോ? ഹൃദയം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഹ, ഒന്ന് പോടി, തമാശ പറയാതെ. അവള് പറയട്ടെ. എന്റെ ഹൃദയം ഇവിടെ ഇല്ലാതാകുന്നവരെയല്ലേ അവള് പറയുള്ളൂ. അയ്യോ അച്ഛൻ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അച്ഛന് വേദനിച്ചോ? പറഞ്ഞത് നീ ആയതുകൊണ്ട് വേദനയൊന്നുമില്ല. ആ, എന്നാ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വന്ന് കേറിയിട്ടുണ്ട്. ആരാ വന്നേ? പോയി നോക്ക്. പരിപ്പുവടയും കുഴലപ്പോ ഒക്കെ കച്ചവടം ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. കച്ചവടം ചെയ്യാനോ? എന്നിട്ട് അവരെ അകത്ത് കയറ്റിയിട്ട് നീ പുറത്ത് വന്ന് നിൽക്കാണോ? യോ, വല്ല കള്ളന്മാരാവും. ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. ആ പറഞ്ഞത് കറക്റ്റാ. കള്ളന്മാര് തന്നെയാ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം? അവരൊക്കെ ആയിട്ടല്ലേ ഇപ്പം മണിമംഗലത്തുകാർക്ക് സഹവാസം. എന്താടി, സത്യയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ തള്ള വന്നിട്ടുണ്ട്. തള്ളയോ? സത്യയുടെ അച്ഛമ്മയോ അമ്മുമ്മയോ അങ്ങനെ ഏതാണ്ടൊരു സാധനം ഇല്ലേ? കഷ്ടം. ആളുകളെ ബഹുമാനിക്കാൻ ഇനി പഠിച്ചിട്ടില്ല അല്ലേ? എനിക്ക് ആളുകളെല്ലാം നല്ല ബഹുമാനം തന്നെയാ. പക്ഷേ കോളനിയിൽ കഴിയുന്ന ആ ജാതികളോട് എനിക്ക് ഒരു ബഹുമാനവും ഇല്ല. ആ പാവത്തെ നീ വല്ലതും പറഞ്ഞോ? എനിക്കവരെ കാണുന്ന തന്നെ വെറുപ്പാ. അപ്പോഴാ സംസാരിക്കുന്നത്. എടി, നീ എന്താ ഇങ്ങനെ? അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഒന്ന് പോവാമേ. ചെല്ല്, ബന്ധുക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വിളമ്പി കൊടുക്ക്. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം മാത്രമല്ല, അച്ചപ്പവും കുടലപ്പവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയും അച്ഛമ്മയും ഉണ്ടാക്കുന്ന പപ്പടവട ഇവിടെ അച്ഛന് വലിയ ഇഷ്ടം. അതെയോ? എന്നാ ഇനി വരുമ്പോ പപ്പടവടയും കൊണ്ടുവരാം. ആഹാ, ആർക്കും തരാതെ ഒളിച്ചിരുന്ന് കഴിക്കാണോ രണ്ടാളും? അയ്യോ അങ്ങനല്ല, ഇവക്ക് ഇതൊക്കെ. ഞങ്ങളൊന്ന് പുറത്തു പോയതായിരുന്നു. സത്യമോക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടാ, അതുകൊണ്ടാ. എനിക്ക് ഇഷ്ടമാ. നോക്കട്ടെ. അമ്മയ്ക്കും കൊടുക്കുമോളെ. എനിക്ക് വേണ്ട. അല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല ഉണ്ണിയപ്പം, അതുകൊണ്ടാ. നിങ്ങൾ സംസാരിക്കേ, ഞാനിപ്പോ വരാം. ഉഗ്ര ഉണ്ണിയപ്പത്തിൽ ഈ തേങ്ങാക്കൊത്തിടുന്ന ഏർപ്പാട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ? ഇതിന് ഏത് പഴം ഉപയോഗിക്കുന്നത്? പാളയംകോടനാണോ? നന്നായി പഴുത്തതാണെങ്കിൽ പാളയംകോടനോളം വരില്ല ഒരു പഴവും. അപ്പൊ അത് തന്നെ. പിന്നെ വെളിച്ചെണ്ണ. പണ്ട് എന്റെ മുത്തശ്ശി തേങ്ങ ചിരവി പിഴിഞ്ഞ് ചട്ടിയിൽ കാച്ചിയെടുക്കുന്ന ഒരു എണ്ണ ഉണ്ടായിരുന്നു. ആ മണവാ ഈ ഉണ്ണിയപ്പത്തിന്. ആ വെളിച്ചെണ്ണ കാച്ചിയെടുക്കുന്നതിന് ഒരു മട്ടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പിള്ളേരെ അടിയും പിടിയും ഒക്കെ ആയിരുന്നു. ചൂടോടെ അത് വായിലിട്ടോണ്ട് ഒരു ഓട്ടമുണ്ട്. ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥ ബിസിനസ്. ശുദ്ധമായത്, സത്യസന്ധമായത്, പുതിയത് കാണുമ്പോ പഴയത് ഓർമ്മ വരുന്നത്. മതി മതി, ഇനിയും പൊക്കി പറഞ്ഞല്ലേ അച്ഛമ്മയുടെ തല സീലിംഗിൽ തട്ടും. അല്ല, അച്ഛമ്മ കൊണ്ടുവന്നും കഴിച്ചോണ്ട് നിന്നാ മതിയോ? അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അയ്യോ, ഞാനത് മറന്നു. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. വേഗം ചെല്ല്. കുറെ ദിവസങ്ങളായി സത്യയുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. സത്യയുടെ ആ ചിരിക്കുന്ന മുഖം കാണാൻ കൂടിയാ ഞാൻ അമ്മയോട് വരാൻ പറഞ്ഞത്. അവൾ എന്നോടെല്ലാം പറഞ്ഞു. സുധിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ? അതവക്കറിയില്ലത്രേ. പിള്ളേരല്ലേ, എന്തെങ്കിലും നിസാര കാരണം മതിയാവുമല്ലോ. സത്യം എന്ത് പറഞ്ഞു? സുധിയുടെ പിണക്കം മാറ്റാൻ അവൾ 100% ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ എന്താ? സത്യയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതുപോലെ സുധിയും പറഞ്ഞു മനസ്സിലാക്കിക്കണം. ഒരിക്കലും അവരെ പിണങ്ങാൻ സമ്മതിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പിണങ്ങിയാലും അകന്നു നിൽക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത്. എന്റെ സത്യമോള്
ഒരു പാവം. സുധിയെ പിരിഞ്ഞിരിക്കാൻ അവക്ക് ഈ ജന്മം കഴിയില്ല. ഇല്ല, അങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവില്ല. അവരെ അകലാൻ ഈ ചന്ദ്രദാസൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അമ്മ കരയരുത്. എന്റെ മോക്കത് സഹിക്കില്ല. നിങ്ങളെപ്പോലെ തന്നെ സത്യയും സുധിയുമായുള്ള ബന്ധം ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. ഞാൻ വാക്ക് തരുന്നു, സത്യയും സുധിയും ഒരിക്കലും അകലില്ല. അകലാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിത് കേട്ടാ മതി. കരയല്ലേ, കണ്ണു തുടച്ചേ. അമ്മ അങ്ങോട്ട് ചെല്ല്, സത്യമോ അടുത്തേക്ക് ചെല്ല്. രാഹുൽ, നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടേക്കാണ് അവൻ വരാമെന്ന് പറഞ്ഞത്. അതെ. സാർ എന്തിനാ അവൻ ചോദിക്കുമ്പോഴൊക്കെ കാശെടുത്ത് കൊടുക്കുന്നത്? ഇന്ന് അവനെ ഞാൻ വിളിച്ചത് കാശ് കൊടുക്കാനല്ല. പിന്നെ കൊടുക്കില്ല എന്ന് പറയാനോ? അത് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് പറ്റില്ല. അങ്ങനെ പറഞ്ഞാ അവൻ വീട്ടിലേക്ക് വരും. ആ വരവ് നമുക്ക് തടയാനും പറ്റില്ല. ഭാവിയിൽ നമുക്കത് വിനയാവുകയും ചെയ്യും. കേട്ടത് വെച്ച് നോക്കുമ്പോൾ അവനൊരു വിഷക്കായാണ്. ദിവ്യ അവൻ ഏതോ മാർവാടിയുമായിട്ട് കച്ചവടം ഉറപ്പിച്ചിട്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു രീതിയിൽ കാശ് വാങ്ങും. $1 lakh കൊടുക്കാൻ നേട്ടതാ. അത് കിട്ടാതാകുമ്പോൾ അവന്റെ സ്വഭാവവും മാറും. ആ സ്വഭാവം മാറ്റുക എനിക്കാവശ്യം. എൻ്റെ അഭിപ്രായത്തിൽ ദിവ്യയെ കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഗണപതിയുടെ കല്യാണം പോലെ അങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അതെ, അത് തന്നെയാ ലക്ഷ്യവും. എങ്കിൽ പിന്നെ തിരിച്ചു പോവാം. രാഹുൽ വരട്ടെ, അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ല, എത്ര മണിക്കാ വരുമെന്ന് പറഞ്ഞു? 11 മണിക്ക്. 11 കഴിഞ്ഞല്ലോ. സാറെ, കാത്തിരുന്ന് കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകണം. അത് സ്വന്തം അച്ഛനായ പോലും. നീ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. എവിടെ? എത്ര സമയം? വേണ്ട രാഹുൽ, ആ കളിക്ക് അഭിജിത്തില്ല. പറഞ്ഞ കൃത്യസമയത്തെത്തണം. വേണ്ട വേണ്ട, എനിക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നീ എൻ്റെ ഓഫീസിലേക്ക് വാ. നിന്റെ സൗകര്യം പോലെ വന്നാൽ മതി. അന്ന് എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ബൈ. ഇനി നമുക്ക് പോകാൻ വൈദ്യരെ. ഓക്കെ, ഇതാണ് സാർ വേണ്ടത്. കേറ്. ഹായ് ബ്രോ. സുഖമായിട്ടിരിക്കുന്നു. പുതിയ ബിസിനസ്സോ? അപ്പൊ എല്ലാ ആലോചനയിലുണ്ട്. ഉടനെ തുടങ്ങും. ക്യാഷൊക്കെ റെഡിയാ. തീർച്ചയായിട്ടും അറിയിക്കും. ഇല്ല, ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു. ബോംബെയിൽ ഒരു ബിസിനസ് ടൂർ ഉണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ?
ആ ഒരു 95 lakhs പ്രോഫിറ്റ് ഉണ്ടാവും. നോക്കട്ടെ. ഒരു റേഞ്ച് റോവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈഫിനൊരു ഗിഫ്റ്റ് കൊടുക്കണം. ശരി ശരി, താങ്ക് യു. വൈജേട്ടാ, തള്ളും പോരും മയത്തിലൊക്കെ തള്ളു. അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ ബിസിനസ് ഒന്നും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന കാര്യം ഫ്രണ്ട്സിനെ എല്ലാം അറിയിക്കണോ? ആ എന്തായി, ആ തള്ള വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയോ? പോയിട്ടില്ല എന്ന് മാത്രമല്ല, പോകുമെന്നും തോന്നുന്നില്ല. അതെന്താ, അവരിവിടെ താമസിക്കാൻ വന്നാണോ? ഇങ്ങനെ പോയാൽ താമസിയാതെ മണിമംഗലം തറവാട് മണിമംഗലം കോളനി ആയിട്ട് മാറും. നിന്റെ അച്ഛന്റെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോ അങ്ങനെ ഏതോ കോളനിയിലാണ് ജനിച്ചെന്ന് തോന്നുന്നു. അവരോടാ കൂടുതൽ അടുപ്പവും സ്നേഹവും എല്ലാം. എന്നെയും ബൈജുവിനെയും പേടിച്ചിട്ടാവും. അല്ലെങ്കിൽ അച്ഛൻ എന്നെ സത്യയുടെ വീട്ടുകാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചേനെ. അല്ല, അവരെന്തിനാ വന്നത്? അച്ഛൻ ക്ഷണിച്ചു വരുത്തിയതാവും. സുധിയും സത്യയും വേർപിരിയാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? ഉത്തരവാദിത്തം കൂടി അവസാനം നമ്മൾ ഇവിടുന്ന് പുറത്താവാതിരുന്നാ മതി. പുറത്താവുന്ന ആരാണെന്ന് നമുക്ക് കാണാം. കാണിച്ചു കൊടുക്കാം സുജിത. അതെ, തള്ളുമ്പോ കുറച്ച് മയത്തി തള്ളു സുജിത. എന്താ പറഞ്ഞത്? എനിക്ക് നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞത്, നിനക്ക് നടക്കാത്ത കാര്യം നീ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞു. അത് ശരി. അപ്പൊ ബൈജുവേട്ടൻ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ദേ സുജിതേ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വെറുതെ കൊതിച്ചിട്ട് ഒരു കാര്യമില്ല. നടക്കാത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ച് കൊല്ലും തിന്നുമെന്നൊക്കെ പറയാന്നല്ലാതെ ഇവിടെ ഒരു പുല്ലും നടക്കില്ല. വളവളാന്ന് സംസാരിക്കുന്ന നീ ഇപ്പോ ഇവിടെ എല്ലാവർക്കും ശത്രുവായെന്ന് മാത്രം. ശരി, എന്നാ കാണാം. അധികം താമസിയാതെ ബൈജുവേട്ടൻ അത് അറിയും. ദേ, ആദ്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് സുജിതേ. എടി, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ഓ, വിമലാമ്മ വിറക് വെട്ടുവാണോ? ഞാൻ പോട്ടെ അച്ഛമ്മേ. എടാ നിക്ക്, ചായ കുടിച്ചിട്ട് പോ. വേണ്ട അച്ഛമ്മേ, വർക്ക്ഷോപ്പിൽ കുറച്ച് പണിയുണ്ട്. ഒന്ന് കേറിട്ട് പോടാ, ചക്കപ്പുഴുക്കിരിപ്പുണ്ട്. എന്നെ നിർബന്ധിക്കല്ലേ, നിർബന്ധിച്ചാൽ ഞാൻ പോവില്ല. ഒരു വണ്ടി ഇപ്പൊ കൊടുക്കാനുള്ളതാ. എന്നാ നീ പൊയ്ക്കോ, പറ്റിയെങ്കിൽ വൈകിട്ട് വാ. അതൊക്കെ ഞങ്ങൾ എല്ലാരും വന്നേക്കാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോ. പിന്നെ കുറച്ച് ആട്ടിറച്ചി മേടിച്ചോ. ആഹാ, അത് കൊള്ളാലോ. എന്താ, മോളും മരുമോനും വരുമ്പോ മാത്രമേ ഉള്ളോ സ്പെഷ്യല്? എന്നാ ശരി. അല്ല, അമ്മയ്ക്ക് ഇവനെ എവിടുന്ന് കിട്ടി? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയൊരു ബസ്സിൽ കയറിയാ പോന്നത്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ കുരുവിയെ കണ്ടു. നീ എന്തിനാ വിറക് വെട്ടാൻ പോയത്? അത് ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതൊക്കെ ഇനി എപ്പോഴാ? ഗ്യാസ് തീർന്നു. ഇനിയിപ്പോ ബുക്ക് ചെയ്താലും എപ്പോ കിട്ടാനാ? ആ, അത് മാത്രമല്ല, ഗ്യാസിന്റെ കാശുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം. അത് ശരിയാ. എന്തായാലും 2 ദിവസത്തേക്കുള്ള വിറക് ഞാൻ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അല്ല, എന്തിനമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ? അവൾക്കെന്താ പെട്ടെന്ന് അച്ഛമ്മയെ കാണാൻ ഒരു പൂതി? ഒന്നുമില്ല, സുധിയും സത്യയും തമ്മില് നല്ല സ്വരച്ചേർച്ചയിലല്ല. അവര് പിന്നെയും പിണങ്ങിയോ? എന്താ ഇങ്ങനെ? പേടിക്കാൻ മാത്രമൊന്നുമില്ല. ചെറിയ പ്രായമല്ലേ, അതിന്റെ വാശിയുണ്ട് രണ്ടുപേർക്കും. അവളോട് മര്യാദയ്ക്കൊക്കെ പെരുമാറാൻ പറഞ്ഞോ അമ്മ? ഞാൻ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാ പോന്നത്. എനിക്കറിയാം, സത്യയുടെ ഭാഗത്ത് തന്നെയാവും കുറ്റം. കുറ്റം രണ്ടുപേരുടെയും ഭാഗത്തുമുണ്ട്. പക്ഷേ പറഞ്ഞാ തീരുന്ന പ്രശ്നങ്ങളെ അവര് തമ്മിലുള്ളൂ. സുധിയുടെ അച്ഛൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു അമ്മയോട്? സത്യം പറഞ്ഞ സുധിയുടെ അച്ഛന്റെ ആഗ്രഹപ്രകാരമാ എന്നെ വിളിപ്പിച്ചത്. സത്യ കാണണമെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹം വെറുതെ പറഞ്ഞതാ. വെറുതെ പറയാനോ?
സുധിയും സത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണം. അതിന് സത്യയെ ഞാൻ ഉപദേശിക്കണം, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കണം. അതിനാ എന്നെ വിളിപ്പിച്ചത്. സുധിയെ സുധിയുടെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാന്ന് പറഞ്ഞു. പാവം, സുധിയും സത്യയും നല്ലതുപോലെ ജീവിക്കാൻ നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നതും സുധിയുടെ അച്ഛന്. സുധിയുടെ അച്ഛൻ എന്തിനും നമ്മളുടെ കൂടെയുണ്ട്. എന്നിട്ടിപ്പോ എന്താ സത്യയുടെ അവസ്ഥ? ഞാൻ പറഞ്ഞതെല്ലാം അനുസരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അവളുടെ മനസ്സൊന്ന് തണുത്തിട്ടുണ്ട്. കഴിഞ്ഞതെല്ലാം മറന്ന് സുധിയോട് നല്ല രീതിയിൽ പെരുമാറാൻ അവക്ക് കഴിയും. നീ വാ, കട്ടൻ ചായ ഇരിപ്പുണ്ടോ വിമലേ? ഉണ്ട്, ഞാൻ ചൂടാക്കി തരാം. വേണ്ട, മധുരം ഇല്ലാത്ത ഇത്തിരി കട്ടൻ ചായ കുടിച്ചാ പാതി ക്ഷീണം മാറും. ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ വിറകെടുത്തോണ്ട് വരാം. അങ്ങോട്ട് മാറി നിൽക്കും. ആ സാരി കുറച്ച് അയച്ചു വിട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് സ്നേഹിക്കണം. അതിന്റെ മുന്നില് മറ്റെല്ലാം മുട്ടുമടക്കും. സ്നേഹം അതൊരു മരുന്നാ മോളെ. അതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ടു പോവാൻ ആർക്കും കഴിയില്ല. ഇന്നെന്താ ഇത്ര നേരത്തെ? എന്താ നേരത്തെ വരാൻ പാടില്ലേ? അല്ല, ഞാനതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഇതെന്താ ഇവളിപ്പോ ചിരിച്ചോണ്ടിരിക്കുന്നത്? നോക്കണ്ട, ഞാൻ തന്നെയാ. നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ കഴിയുന്ന എന്തിനാ? അതെ, ജീവിതം എന്ന് പറയുന്നത് ഒരു നീർപ്പോള പോലെയോ ബലൂൺ പോലെയാണെന്നൊക്കെയല്ലേ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ എളുപ്പം പൊട്ടിപ്പോകുന്ന ഒരു സാധനത്തിന് മുൻപില് നമ്മൾ എന്തിനാ മുഖം വീർപ്പിച്ചും കടിച്ചു കീറിയൊക്കെ കഴിയുന്നത്? ഉള്ള സമയം നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചാൻ കഴിയണം. അതെ, വേഗം പോയി ഡ്രസ്സ് മാറി വാ. ഓ, അപ്പോഴേക്ക് ഞാൻ നല്ല കോഫി എടുത്തു വെക്കാം. ഇതെന്താ ഇത്ര ഗൗരവം? എന്നോടൊന്ന് മിണ്ട്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 1000 വട്ടം സോറി. നിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും സോറി ഒന്നും വേണ്ട.
ഒന്ന് മിണ്ടിയാ മതി. അവിടെ അതെ, അല്ലെങ്കിൽ വേണ്ട, എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാലും മതി. ദേ, ഒന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നെങ്കിലും ഒന്ന് പറയും. ആ വായിന്ന് എന്തെങ്കിലും ഒന്ന് കേട്ടാ അത് മതി എനിക്ക് സന്തോഷിക്കാൻ. പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയും. നിനക്കത് എന്തിന്റെ ഇളക്കടി? അല്ല, സുധി ഒന്നിറങ്ങി പോടി. നിന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങി പോവാൻ? പോവാനാ പറഞ്ഞേ.